അങ്ങനെ ഈന്തപ്പഴം നേരത്തെ പൂവിട്ട് ഞാൻ ഇവിടുന്ന് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം അത് കായ് വന്നു, കണ്ടില്ലേ? കായ് നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി ഇതൊരു മാസം കഴിഞ്ഞാൽ നന്നായി പഴുക്കും. ഇപ്പോൾ ഒത്തിരി തണുത്ത ക്ലൈമറ്റാണ്, ചൂട് വേണം, അതായത് പഴുക്കുള്ളൂ. തണുപ്പ് സമയത്ത് ഇത് പൂവിട്ട് കായ കായ്ക്കും, ചൂട് സമയത്ത് ഇത് പഴുക്കുള്ളൂ. അതാണ് ഈന്തപ്പഴത്തിൻ്റെ ഒരു പ്രത്യേകത. നന്നായി ചൂട് വേണം ഇത് പഴുക്കണമെങ്കിൽ. കണ്ടില്ലേ എന്ത് ഭംഗിയാണെന്ന്? നേരിട്ട് കാണാൻ നല്ല സൂപ്പറായിട്ടുണ്ട് കാണാൻ. ഇത് പഴുക്കാറായി. ഇതിൽ നമ്മൾ മരത്തിനെ നോവിക്കാനേ പാടില്ല. മരത്തിനെ നോവിച്ചാൽ നമുക്ക് നല്ല ശിക്ഷയും കിട്ടും, നല്ല ഫൈനും കിട്ടും. മനുഷ്യന്മാരിനെയും വെച്ച് വിലയാണ് ഈന്തപ്പഴത്തിൻ്റെ മരത്തിന്. ഇവിടെ ഈന്തപ്പഴത്തിൻ്റെ മരത്തിനെ നോവിക്കാനോ വെട്ടാനോ മുറിവയ്ക്കാനോ പാടില്ല. അതേമാതിരിയാണ് ഒട്ടകം, ഈന്തപ്പന, ഇതിനൊന്നിനും നമ്മൾ നോവിക്കാൻ പാടില്ല. കാണാൻ നല്ല ഭംഗിയുണ്ടില്ല, കൊലയായി തൂങ്ങണ്ട. നമ്മുടെ നാട്ടിൽ മുന്തിരിങ്ങ തൂങ്ങുമ്പോൾ കൊല്ലയാ മുന്തിരിക്ക നരി ചിറ്റി വാണ്ട്. ഇത് പള്ളി ചെയ്യട്ടാ. ഇത് അപ്പുറത്തും ഉണ്ട് കുറേ, കണ്ടില്ലേ? ഞാനിപ്പോൾ പള്ളിയിൽ, എൻ്റെ വീട്ട് തൊട്ടടുത്ത് പള്ളിയാണിത്. എന്ത് ഭംഗിയാണ്! നമ്മുടെ നാട്ടിലെ പള്ളി പോലെയല്ല ഇവിടുത്തെ പള്ളി. ഇവിടെ പള്ളികൾക്ക് ഭയങ്കര മുൻഗണനയാണ്. ആ കാറ് വരുന്നതിൻ്റെ അടുത്താണ് എൻ്റെ വീട്. ഇവിടുന്ന് രണ്ടാമത്തെ വീടാണ് എൻ്റെ വീട്. അത്ര അടുത്താണ്, കണ്ടില്ലേ? ഇതിൻ്റെ അപ്പുറത്ത് പെട്രോൾ പമ്പ്, ബക്കാല, പലചരക്കട, ചായക്കട, ടയർക്കട എല്ലാം ഉണ്ട് ഇതിൻ്റെ അപ്പുറത്ത്, ഈ ചുമരിൻ്റെ അപ്പുറത്ത്. അപ്പോൾ നമുക്ക് അത്രയും നമ്മുടെ നാട്ടിൽ മുരിങ്ങ നിൽക്കുന്നുണ്ടോ? മുരിങ്ങ, നാട്ടിലെ മുരിങ്ങയാണ്. മുരിങ്ങക്കായ് വന്നിട്ടുണ്ട്, കണ്ട? മുരിങ്ങക്കായ് പൂത്ത് നിൽക്കുന്നുണ്ട? ഉണങ്ങിയിട്ടില്ല, വെള്ളം നന്നായിട്ട് വയ്ക്കുന്ന കാരണം കൊണ്ട്.